Hi, welcome to yet another intraday market analysis video on Nifty and Bank Nifty. ഇവിടെ നമ്മൾ മാർക്കറ്റിനെ പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ന്യൂസോ കമ്പനി റിസൾട്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യില്ല. കാരണം ഇറ്റ് വുഡ് ഹാവ് ഓൾറെഡി റിഫ്ലക്റ്റഡ് ഇൻ ദി ചാർട്ട് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നമ്മൾ അവരുടെ ഫുട് പ്രിന്റ്സ് പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും റീഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഒരു ലോങ് വീക്കിന് ശേഷം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്നലെയും മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു, ഗുരുനാനക് ജയന്തി കാരണം. സോ ഇന്ന് ട്യൂസ്ഡേ ഫിൻനിഫ്റ്റി എക്സ്പയറി ആണ്. സോ നമുക്ക് ഓവറോൾ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സും അനാലിസിസും ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ്ലി വീക്ക്ലി ടൈം ഫ്രെയിമിൽ നിഫ്റ്റി എങ്ങനെയാണ് കറൻ്റ്ലി നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് ബാക്ക് ടു ബാക്ക് 1, 2, 3 ഇത് 4th ഗ്രീൻ ക്യാൻഡിലാണ്. സോ ഇതൊരു പെർഫെക്റ്റ് ഡോജിയാണ് ആൻഡ് ഇറ്റ് ഹാസ് ഫോംഡ് അറ്റ് എ പ്രീവിയസ് റെസിസ്റ്റൻസ്. സോ 2 പോസിബിലിറ്റീസ്. ഒന്നെങ്കിൽ ഈ ഒരു പോസ് കഴിഞ്ഞിട്ട് മാർക്കറ്റിന് അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഡോജി കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇതിൻ്റെ താഴെ, അതായത് അറൗണ്ട് ഒരു 19,700 താഴോട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് ബിക്കമിങ് ബെയറിഷ് ആൻഡ് നമുക്കൊരു ചെറിയ ഡിപ്പ് താഴോട്ട് കാണാൻ സാധിക്കും. സോ ഇതാണ് വീക്ക്ലി ടൈം ഫ്രെയിമിൽ കാണുന്നത്. വീക്ക്ലി ടൈം ഫ്രെയിമിൽ അത്ര ഓവർ ഹീറ്റഡ് ഒന്നും അല്ല. സോ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കാം. ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഏകദേശം 1, 2, 3, 4, 5, 6, 7, 8 ഡേയ്സ് ആയിട്ട്, സോ ഈ ക്യാൻഡിൽ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ 7 ഡേയ്സ് ആയിട്ട് ഓൾമോസ്റ്റ് സിമിലർ റേഞ്ചിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എറൗണ്ട് ഒരു 700-800 സോണിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സോ മാർക്കറ്റ് ഒന്നെങ്കിൽ ഈ ഒരു കൺസോൾട്ടേഷൻ ഒരു അക്യുമുലേഷൻ സോണാണെന്ന് വിശ്വസിക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ശക്തമായിട്ടുള്ള ബ്രേക്ക്ഔട്ട് നിയർ ടു ഓൾ ടൈം ഹൈ, ഈവൺ ഹയർ ദാൻ ദാറ്റ് ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഒരു ഫോൾസ് ബ്രേക്ക്ഔട്ട് വന്നതിന് ശേഷം ഒരു ബുൾ ട്രാപ്പ്, അതായത് കുറേ പേരുടെ ലോങ് പൊസിഷൻ ട്രിഗർ ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യാം, മാർക്കറ്റ് താഴോട്ട് ഡിപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. സോ നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഇതൊരു സോർട്ട് ഓഫ് പിൻ ബാർ ക്യാൻഡിലാണ്. മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു. ഫസ്റ്റ് ബുൾ ബാക്ക്, അതിനുശേഷം പിന്നെ റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്യുന്നു. എറൗണ്ട് നിയർ അബൌട്ട് ദ സെയിം സപ്പോർട്ട് സോണിൽ മാർക്കറ്റ് പിന്നെയും സപ്പോർട്ട് എടുത്തിട്ട് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇത് പ്രീവിയസ് ഈ ഒരു റെസിസ്റ്റൻസ് പോയിന്റ്, ഇത് 44-200 റേഞ്ചിൽ, 200 to 300 റേഞ്ചിലെല്ലാം റെസിസ്റ്റൻസ് ആണ്. സോ അതാണ് നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിൽ കാണാൻ പറ്റുന്ന. ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാം. ഡെയിലി ടൈം ഫ്രെയിമിൽ ഈവൻ ബാങ്ക് നിഫ്റ്റിയിലും ഒരു 4 to 5 ഡേയ്സ് ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൺസോൾട്ടേഷൻ നടക്കുകയാണ്. ഇതിനുശേഷം ഇത് മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് ആകുമോ ബ്രേക്ക് ഡൗൺ ആകുമോ എന്നത് നമ്മൾ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. ഇന്ന് ഫിൻനിഫ്റ്റി എക്സ്പയർ ചെയ്തുകൊണ്ട് കൂടുതൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഫിൻനിഫ്റ്റി അനലൈസ് ചെയ്യാം. ഫിൻനിഫ്റ്റിയിൽ എന്താണ് കാണാൻ സാധിക്കുന്നത്, മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു, പുൾ ബാക്ക് അടിക്കുന്നു. അറൗണ്ട് ഒരു 19,800 സോണിൽ നിന്ന് റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്തിട്ട് സെയിം സെറ്റപ്പിൽ കൺസോൾഡേറ്റ് ചെയ്യാണ്. സോ ബട്ട് ഫിൻനിഫ്റ്റിയുടെ ക്ലോഷർ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ്. സോ ഫിൻനിഫ്റ്റിക്ക് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് 5 മിനിറ്റ് ക്യാൻഡിൽസിൽ നോക്കാം, ഇൻട്രാഡേയിൽ എങ്ങനെ ഇതിനെ ട്രേഡ് ചെയ്യാം. സോ ഫിൻനിഫ്റ്റിയിൽ നമുക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത് നിയർ അബൌട്ട് ഈ ഒരു സോണിൽ ഫിൻനിഫ്റ്റിക്കൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. സോ ഇപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ് കറൻ്റ്ലി ഫോം ആയിരിക്കുന്നത്. ഇതൊരു നിയർ അബൌട്ട് റെസിസ്റ്റൻസ് സോൺ ആണ്. ഇത് കട്ട് ചെയ്തിട്ട് നാളെ ഇന്ന് ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നതിന് ശേഷം സെക്കൻഡ് ഹാഫിൽ ബ്രേക്ക്ഔട്ട് ആയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 700-716 വരെയുള്ള ടാർഗറ്റ് നമുക്ക് പോസിബിൾ ആണ്. ദിസ് ഇസ് വൺ പോസിബിലിറ്റി. അല്ല ഫിൻനിഫ്റ്റി ഇന്ന് ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ ആൻഡ് ഈ ഒരു നിയർ അബൌട്ട് 19,586 ആ സ്വിംഗ് ബ്രീച്ച് ചെയ്ത് താഴോട്ട് പോയി ഇങ്ങനൊരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ 19,470 ഫസ്റ്റ് ടാർഗറ്റ് ആൻഡ് ദെൻ ഈ പറഞ്ഞ പോലെ താഴോട്ടുള്ള പിന്നീടുള്ള സോൺ 19,400. ഇതൊക്കെ ഒരു സപ്പോർട്ട് സോൺസ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ആയി ഓപ്പൺ ആയിട്ട് ഇതിൻ്റെ താഴെയാണ് ഓപ്പൺ ആവുന്നെങ്കിൽ ഒരു സൈഡ് വേസ്റ്റ് ബെയറിഷ് മാർക്കറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിട്ട് ഒരു 50 points 70 points ഗ്യാപ്പ് അപ്പ് ഇമ്മീഡിയറ്റ്ലി ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം ദെൻ മാർക്കറ്റ് യു ടേൺ അടിച്ച് പോകാനായിട്ടുള്ള ഇവിടെ സപ്പോർട്ട് ഫോം ചെയ്തിട്ട് മാർക്കറ്റ് യു ടേൺ ഫോം ചെയ്ത് മേ ബി ഈ ഒരു സ്വിംഗ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് മൊമെന്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇതാണ് നമുക്ക് ഫിൻനിഫ്റ്റിയുടെ കറന്റ് ട്രേഡിംഗ് സെറ്റപ്പ്. ഫിൻനിഫ്റ്റിയുടെ ഒരു റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു
ഈ ഒരു റേഞ്ചിലാണെങ്കിൽ ഒരു 75 അഥവാ ഓവറോൾ വോളറ്റൈൽ റേഞ്ച് ആണെങ്കിൽ അറൗണ്ട് ഒരു 135 റേഞ്ച് മിനിമം ഉണ്ട്. സോ പ്രീമിയംസ് നോക്കിയിട്ട് വേണം വളരെ കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട്. ഇഫ് പ്രീമിയംസ് ആണ് ഓൺ ദ ലോവർ സൈഡ്, ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു റിസ്ക്, എസ്പെഷ്യലി ഇൻ ദ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിൽ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ട്രെൻഡ്, ഫസ്റ്റ് ഹാഫിൽ ഒരു വോളറ്റൈൽ മാർക്കറ്റ് വന്നതിന് ശേഷം സെക്കൻഡ് ഹാഫിൽ മോസ്റ്റ്ലി സ്മൂത്ത് എക്സ്പയറി ഫോർ സെല്ലേഴ്സ് ആയിരിക്കും. നമുക്ക് ഫൈനലി ഡേറ്റ അനലൈസ് ചെയ്യാം. FIDA ഡേറ്റ നോക്കാം. FISൽ നമുക്ക് ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ ഫ്രൈഡേ ആക്ടിവിറ്റി വളരെ ന്യൂട്രലാണ്. ബട്ട് സ്റ്റോക്സിൽ എനിക്ക് തോന്നുന്നു ദിസ് ഇസ് ബിക്കോസ് സം ബിഗ് പേടിഎം ട്രേഡ്. ഒരുപാട് നാൾ ശേഷം ഹ്യൂജ് ഒരു ബൈ ഫിഗർ കാണാം. ആൻഡ് ഫ്യൂച്ചേഴ്സിലും വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഡേറ്റയാണ്. സോ ഇതിനകത്ത് പ്രത്യേകിച്ച് ക്ലൂസ് ഒന്നുമില്ല. സോ ബേസിക്കലി ഓൺ ദ ബേസ് ഓഫ് പ്രൈസ് ആക്ഷൻ മാർക്കറ്റ് ലുക്സ് ലൈറ്റ്ലി ബുള്ളിഷ്. ആൻഡ് നമുക്ക് ഇമീഡിയറ്റ്ലി പക്ഷേ റെസിസ്റ്റൻസ് പോയിന്റ്സ് ഉണ്ട്. സോ അവിടെ നിന്ന് മാർക്കറ്റ് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വരുന്ന ദിവസങ്ങളിൽ നോക്കാം. സോ ദാറ്റ്സ് ഓൾ. ട്രേഡ് സേഫ്, കീപ് യുവർ ക്യാപിറ്റൽ സേഫ്. ബൈ.